ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 15 അധ്യായങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് നമുക്ക് 16-ാം അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗയോഗം അതിലേക്ക് കടക്കാം. ശ്രീഭഗവാനുവാച. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ഒന്നിച്ച് നമുക്ക് നോക്കാം. ഭഗവാൻ പറയുന്നതാണ്. ഒന്നാമത്തെ ശ്ലോകം: അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം. രണ്ടാമത്തെ ശ്ലോകം: അഹിംസാ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷ്വലോലുപ്ത്വം മാർദ്ദവം ഹ്രീരചാപലം. മൂന്നാമത്തെ ശ്ലോകം: തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ ന അതിമാനിത ഭവന്തി സമ്പദം ദൈവീം അഭിജാതസ്യ ഭാരത. ഈ 3 ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭാരത, ഹേ ഭരതവംശജ. അർജുനനെ അഭിസംബോധന ചെയ്യുന്നതാണ്. അഭയം, അതായത് അഭയം, ഭയമില്ലാത്ത അവസ്ഥ, നിർഭയത്വം. സത്വ സംശുദ്ധി, സാത്വികമായ മനസ്സ്, സാത്വികമായ മനോശുദ്ധി. ജ്ഞാനയോഗ വ്യവസ്ഥിതി, ജ്ഞാനാർജനത്തിൽ, ജ്ഞാനയോഗത്തിൽ അടിയുറച്ച താൽപ്പര്യം. ദാനം, ദാനതൽപരത. ദമശ്ച, ദമം അഥവാ ഇന്ദ്രിയ നിയന്ത്രണം. യജ്ഞശ്ച, യജ്ഞാനുഷ്ഠാന തൽപരത, യജ്ഞങ്ങളനുഷ്ഠിക്കുവാനുള്ള താൽപ്പര്യം. സ്വാധ്യായ, വേദാധ്യയനത്തിലുള്ള നിഷ്ഠ. തപഃ, തപസ്സനുഷ്ഠിക്കുന്നതിൽ താൽപ്പര്യം, അതായത് ഏകാഗ്രതയോടെയുള്ള ധ്യാനം പരിശീലിക്കുന്നതിൽ താൽപ്പര്യം. ആർജവം, ഋജുവായ ബുദ്ധി, നേർബുദ്ധി അഥവാ വക്രതയില്ലായ്മ. അഹിംസ, പരന് ദ്രോഹം ചെയ്യാതിരിക്കൽ. സത്യം, വാക്കിലും കർമ്മത്തിലും ചിന്തയിലും സത്യസന്ധത. അക്രോധ, കോപവർജനം, ക്രോധമില്ലാത്ത അവസ്ഥ. ത്യാഗ, ത്യാഗസന്നദ്ധത, ഫലങ്ങളെ ത്യജിക്കുവാനുള്ള ആ ഒരു ത്വര. ശാന്തി, മനഃശാന്തി. അപൈശുനം, പരനെ നിന്ദിക്കാതെ ഇരിക്കൽ. ഭൂതേഷു ദയാ, ജീവജാലങ്ങളോട് കരുണ. അലോലുപ്ത്വം, ആസക്തിയില്ലായ്മ. മാർദ്ദവം, മൃദുവായ അഥവാ സൗമ്യമായ പെരുമാറ്റം. ഹ്രീ, തെറ്റു ചെയ്യുന്നതിൽ വൈമുഖ്യം. അചാപലം, ചാപല്യമില്ലായ്മ, സ്ഥിരചിത്തത. തേജ, തേജസ്. ധൃതി, ധൈര്യം. ക്ഷമ, ക്ഷമാശീലം. ശൗചം, ശരീര ശുദ്ധി. അദ്രോഹ, അന്യനെ ദ്രോഹിക്കാതിരിക്കൽ. ന അതിമാനി, അതിയായ അഭിമാനബോധം അഥവാ ദുരഭിമാനം ഇല്ലാതിരിക്കൽ. ഇതാഹ, ഇവ ദൈവീം സമ്പദം അഭിജാതസ്യ, ദൈവസമ്പത്തോടെ ജനിച്ചവന് ഭവന്തി, ഉണ്ടായിരിക്കും. ഭഗവാൻ പറയുന്നു, ഹേ അർജുനോട് പറയുന്നതാണ്, ഹേ ഭരതവംശജ, നിർഭയത്വം, സാത്വിക മനഃശുദ്ധി, ജ്ഞാനാർജനത്തിൽ അടിയുറച്ച താൽപ്പര്യം, ദാനതൽപരത, ഇന്ദ്രിയ നിയന്ത്രണം, യജ്ഞാനുഷ്ഠാന തൽപരത,
വേദാധ്യയനത്തിലുള്ള നിഷ്ഠ, തപസ്സനുഷ്ഠിക്കുന്നതിൽ താൽപ്പര്യം, നേർബുദ്ധി അഥവാ വക്രതയില്ലായ്മ, പരന് ദ്രോഹം ചെയ്യാതെയിരിക്കൽ, വാക്കിലും കർമ്മത്തിലും സത്യസന്ധത പുലർത്തൽ, കോപത്തെ വർജിക്കൽ, ത്യാഗസന്നദ്ധത, മനഃശാന്തി, പരനെ നിന്ദിക്കാതെയിരിക്കൽ, ജീവജാലങ്ങളോട് കാരുണ്യം, ആസക്തിയില്ലായ്മ, മൃദുവായ അഥവാ സൗമ്യമായ പെരുമാറ്റം, തെറ്റ് ചെയ്യുന്നതിൽ വൈമുഖ്യം, ചാപല്യമില്ലായ്മ അഥവാ സ്ഥിര ബുദ്ധി, തേജസ്, ധൈര്യം, ക്ഷമാശീലം, ശരീരമനഃശുദ്ധി, അന്യനെ ദ്രോഹിക്കാതെയിരിക്കൽ, ദുരഭിമാനമില്ലാതിരിക്കൽ, ഇവയൊക്കെയാണ് ദൈവീം സമ്പദം, അതായത് ദൈവ സമ്പത്തോടുകൂടി ജനിച്ചവന് ഉള്ള ഗുണങ്ങൾ. അഥവാ ഇത്തരം ഗുണങ്ങൾ ദൈവസമ്പത്തോടുകൂടി ജനിച്ചവന് ഉണ്ടായിരിക്കും. ദൈവസമ്പത്തോടുകൂടി ജനിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പൂർവജന്മ സുകൃതം നേടിയവനാണ്. പൂർവജന്മ സുകൃതം കൊണ്ട് മുക്തി നേടാൻ സഹായകരമായ മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ഒരാൾക്ക് ജന്മസിദ്ധമായി ഉണ്ടായിരിക്കും. അതായത് പൂർവജന്മങ്ങളിൽ അത്തരത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ള, ആ യോഗമാർഗത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ളവർക്ക് അവർ ജനിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന സമ്പത്തുകളാണ് മേൽപ്പറഞ്ഞ ഗുണങ്ങൾ. അവർ ജനിക്കുമ്പോൾ തന്നെ മേൽപ്പറഞ്ഞ ഗുണങ്ങളോടെയാണ് ജനിക്കുന്നത്. കാരണം അവർ പൂർവജന്മ സുകൃതം കൊണ്ട്, പൂർവജന്മ കർമ്മഫലങ്ങൾ കൊണ്ട് ആ യോഗമാർഗത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. യോഗമാർഗത്തിൽ യോഗികളായി തന്നെ ഇരുന്നിട്ടുള്ളവരാണവർ. അപ്പോൾ അവർ ഒരു ജന്മം സ്വീകരിക്കുമ്പോൾ ഈ ഗുണവിശേഷങ്ങൾ അവരിൽ സ്വതവേ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് യോഗസാധന അനായാസമായി കൈവരിക്കാൻ കഴിയും ഈ ജന്മത്തിൽ. കാരണം കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണ്. പൂർവജന്മത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കാനാകാതെ ശരീരം വെടിഞ്ഞ യോഗമാർഗത്തിൽ വളരെയേറെ മുന്നോട്ട് പോയ ഒരു ജീവാത്മാവിനാണ് ഈ വിധം അനുകൂല പരിതസ്ഥിതിയിൽ പുനർജനിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ ജനിക്കുമ്പോൾ തന്നെ ഇത്തരം ഗുണങ്ങളിൽ ദൈവീക സമ്പത്ത് അവരിലുണ്ടായിരിക്കും. കഴിഞ്ഞ ജന്മത്തിൽ എവിടെ വരെ എത്തിയോ അവിടെ നിന്നും തുടങ്ങി മുന്നോട്ട് പോകുവാൻ ഈ ജന്മത്തിൽ അവർക്ക് സാഹചര്യം ഒരുങ്ങും. സാത്വിക കർമ്മങ്ങൾ മോക്ഷപന്ഥാവിലൂടെയുള്ള മുന്നേറ്റത്തെ സഹായിക്കുന്നതിനാൽ അവ ദൈവീക പ്രകൃതിയുള്ളവ എന്നറിയപ്പെടുന്നു. അപ്പോൾ ദൈവീക പ്രകൃതി ഉള്ള സ്വഭാവം വിശേഷങ്ങൾ എന്ന് പറയുന്നത് സാത്വിക കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരുടെ കർമ്മങ്ങളെയാണ്. ആ സാത്വികമായ ഗുണവിശേഷങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഇപ്പോൾ പറഞ്ഞത്. അത്തരത്തിലുള്ള ഗുണവിശേഷങ്ങൾ മോക്ഷപന്ഥാവിലൂടെയുള്ള മുന്നേറ്റത്തെ സഹായിക്കും. അപ്പോൾ അത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ ദൈവീക പ്രകൃതിയുള്ളവർ എന്ന് അറിയപ്പെടുന്നു. ആ കർമ്മങ്ങളെ ദൈവീക പ്രകൃതി ഉള്ളവ എന്നറിയപ്പെടുന്നു. ആധ്യാത്മിക വാസനയുള്ളവർ ഇത്തരം കർമ്മങ്ങളിൽ തൽപരരായി മുക്തിമാർഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. രജസ് തമോ ഗുണങ്ങളുടെ പ്രേരണയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകട്ടെ മുക്തിമാർഗത്തിൽ മുന്നേറുന്നില്ല. അവർക്ക് മുക്തിമാർഗത്തിൽ മുന്നേറാനാവില്ല. അവർ വീണ്ടും മനുഷ്യജന്മമോ മൃഗജന്മമോ ഒക്കെയായി സംസാരചക്രത്തിൽ ചുറ്റിക്കൊണ്ടേയിരിക്കും. ദൈവീക പ്രകൃതിയെയും ആസുരപ്രകൃതിയെയും അവയുടെ സ്വഭാവങ്ങളെയുമാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്.
അതാണ് ദൈവ അസുര സമ്പദ് വിഭാഗ യോഗം എന്ന് പറയുന്നത്. ദൈവിക സമ്പത്തും ആസുരിക സമ്പത്തും ഓരോ ജീവിയും അഥവാ ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ ഈ സമ്പത്തുമായിട്ടാണ് ജനിക്കുന്നത്, അവരവരുടെ പൂർവജന്മ ആർജിതമായ കർമ്മഫലങ്ങൾക്കനുസരിച്ച്. അതിനെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.